ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷിഫു പ്രവീൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ രണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഗാർഡ് പൊസിഷനിൽ നിൽക്കേണ്ടത്, ഗാർഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ലെഗിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ രണ്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലെഗിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഗ്സ് വൈഡഡ് ആയിട്ട് വെച്ചിട്ട് ഒരു ലെഗ് ഫ്രണ്ടിലേക്കും ഒരു ലെഗ് ബാക്കിലേക്കും വെച്ചിട്ടാണ് ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് സ്റ്റാൻസിൽ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വെച്ച് നിൽക്കുന്നത്, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പൊസിഷനിലോ ബ്ലൈഡഡ് പൊസിഷനിലോ നിൽക്കാണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഗ് വെച്ച് നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ദ റീസൺ ബിഹൈൻഡ് നമ്മൾ എന്തുകൊണ്ട് കാല് ലെഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വെച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാല് ഫ്രണ്ട് ആൻഡ് ബാക്ക് വെച്ച് നിൽക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, നമ്മളൊരു സ്ക്വയർ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ബാലൻസ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ സൈഡ് ടു സൈഡ് ഒരു പുഷ് വരുന്ന സമയത്ത് നമ്മൾ വെൽ ബാലൻസ്ഡ് ആയിരിക്കും. ബട്ട് പുറകിൽ നിന്നൊരു പുഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നൊരു പുഷ് വന്നു കഴിഞ്ഞാൽ പുറകിലേക്കും നമ്മൾ എന്ത് ചെയ്യും? വീഴാനായിട്ട് പോകും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഗ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വെക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വെച്ചിട്ട് നമ്മൾ ലെഗ് വെച്ച് നിൽക്കുമ്പോഴും നമ്മൾ ബ്ലേഡഡ് പൊസിഷനിലേക്ക്, അതായത് ഫ്രണ്ട് ലെഗിന്റെ പുറകിൽ ബാക്ക് ലെഗ് വരുന്ന രീതിയിൽ നിൽക്കാത്തതിന്റെ മെയിൻ റീസൺ, അവിടെയും നമ്മൾ ആ സെയിം കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ പുറകിൽ നിന്നൊരു പുഷ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ നിന്നൊരു പുഷ് വരുമ്പോൾ നമ്മൾ പുറകിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട് ഈ ബ്ലേഡഡ് പൊസിഷനിൽ നിന്നാലും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഗ് വെച്ച് നിൽക്കുമ്പോൾ നോർമൽ സ്റ്റാൻസിൽ നിന്ന് നേരെ പുറകിലേക്ക് ലെഗ് ഇറക്കി വെച്ച് നിൽക്കുന്നതും അത് ഫ്രണ്ട് ലെഗിന് നേരെ പുറകിലായിട്ട് വരാണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നതും. ഇങ്ങനെ വെക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോർ ബാലൻസ് ബോഡിക്ക് കിട്ടും. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിൽ നിന്നൊരു പുഷ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ലെഗിലേക്ക് വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നിന്നൊരു പുഷ് വരുമ്പോൾ പുറകിലത്തെ ലെഗിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്നൊരു പുഷ് വരുമ്പോൾ ആ സൈഡിലുള്ള ലെഗിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു പുഷ് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യും? ബാലൻസ്ഡ് ആയിരിക്കും നമ്മൾ നിൽക്കുന്ന സ്റ്റാൻസ്. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്ന ടൈമിൽ ഫൈറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഗ് വെച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ ബോഡി പോസ്റ്റേഴ്സ് നമ്മൾ സ്ലൈഡ്ലി ചരിഞ്ഞിട്ടും ഫ്രണ്ടിലേക്കും ഒക്കെ ആയിട്ട് നമ്മൾ പല രീതിയിലും നിൽക്കാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈറ്ററും ഫൈറ്റിംഗ് സ്റ്റൈലും അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ ബോക്സിങ്ങിന് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ടൈക്കോണ്ടോ പ്ലെയർ നിൽക്കുന്നത്. സോ അത് ഡിഫറെന്റ് മാർഷൽ ആർട്സ് മാറുന്നതിനനുസരിച്ച്, ഡിഫറെന്റ് ഫൈറ്റിംഗ് സ്റ്റൈലിൽ മാറുന്നതിനനുസരിച്ച്, ഡിഫറെന്റ് ഫൈറ്റേഴ്സ് മാറുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? വാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കോമൺ സ്റ്റൈലിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ബോക്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തഡോക്സ് സ്റ്റൈലിൽ നിൽക്കാറുണ്ട്, സൗത്ത് പാ ലെഫ്റ്റ് ലെഗ് പുറകിലേക്ക് ഇറക്കി വെച്ച് നിൽക്കാറുണ്ട്. സോ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കോമൺലി നമ്മൾ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ലെഗിന്റെ പൊസിഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇനി സെക്കൻഡ് തിങ്, നമ്മുടെ ടോ പൊസിഷൻ. എപ്പോഴും നമ്മുടെ ടോയുടെ പൊസിഷൻ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിരിക്കില്ല. സ്ലൈഡ്ലി നമ്മളൊരു സൈഡിലേക്ക് എന്ത് ചെയ്യും? ചരിച്ച് വെക്കും. ഓക്കെ, ഒരു ഡയഗണൽ പൊസിഷനിലേക്ക് ഒരുപാട് ചരിച്ച് വെക്കില്ല. ഫ്രണ്ടിൽ നിൽക്കുന്നതിന് പകരം സ്ലൈഡ്ലി ഒരു സൈഡിലേക്ക് ചരിച്ച് വെക്കും. ചരിച്ച് വെക്കുന്നതിന്റെ മെയിൻ റീസൺ വന്നിട്ട് നമുക്ക് ലെഗിന്റെ പൊസിഷൻ, ഓക്കെ, നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മളൊരു പഞ്ച് ത്രോ ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മൂവ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യാനും ഈ ലെഗിന്റെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ടോയുടെ പൊസിഷൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും, ദ സെയിം ടൈം നമ്മൾ പഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ടേൺ ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും നമ്മുടെ ലെഗിന്റെ പൊസിഷൻ, ടോയുടെ പൊസിഷൻ ഒരു സൈഡിലേക്ക് ചരിച്ചു വെക്കുമ്പോൾ. അത് ഫ്രണ്ടിലെ ലെഗിന് കൊടുക്കുന്ന അതേ ചെരിവ് പുറകിലെ ലെഗിനും ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് നമ്മൾ പുറകിലെ ലെഗിനും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി സൈഡ് ലുക്ക് നോക്കുക. ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ലെഗിന്റെ ഡിസ്റ്റൻസ് കണ്ടോ, ഇത് ചേർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് ബാലൻസ് നഷ്ടമാകും. ഓക്കെ, ഇത് കുറച്ച് വൈഡഡ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പിരമിഡ്
ഷേപ്പിൽ, ഒരു പിരമിഡിൻ്റെ ഷേപ്പിലായിരിക്കണം നമ്മുടെ ലെഗിൻ്റെ പൊസിഷൻ വന്ന് നിൽക്കാനായിട്ട്. അതായത് ഫ്രണ്ട് ലെഗും ബാക്ക് ലെഗും കുറച്ച് വൈഡഡ് ആയിട്ട് വെച്ച് നിൽക്കുക. വൈഡഡ് ആയിട്ട് വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാലൻസ് കിട്ടും. ഓക്കെ, ലൈക്ക് നിങ്ങൾക്കൊരു പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഇലക്ട്രിക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് അതിൻ്റെ കാലുകൾ വന്നിട്ട് വൈഡഡ് ആയിട്ട് നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിരിക്കും. അത് തന്നെ നമ്മളൊരു പോസ്റ്റ് സിംഗിൾ പീസിൽ നിൽക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് അതിന് ബാലൻസ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ലെഗ് ഒന്ന് വൈഡാക്കി വെക്കും. അവിടെ ഒരു പിരമിഡ് ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മുടെ ലെഗ് സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. എന്ന് കരുതി ഒരുപാട് വൈഡാക്കി വെക്കരുത്. അത് നമ്മുടെ മൂവ്മെന്റ്സിനെ റെസിസ്റ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് കണ്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത് കീപ്പ് ചെയ്യുക. നമ്മുടെ വാക്കിംഗ് ഡിസ്റ്റൻസ്, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിംഗ് ഡിസ്റ്റൻസ് മതിയാകും നമ്മുടെ ലെഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് തിങ്, നിങ്ങളുടെ ബോഡി വെയിറ്റ്. ഓക്കെ, നിങ്ങളുടെ ബോഡി വെയിറ്റ് രണ്ട് കാലിലും ഈക്വലി ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഫ്രണ്ട് ലെഗിലും ബാക്ക് ലെഗിലും നിങ്ങളുടെ ബോഡി വെയിറ്റ് ഈക്വലി കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ ഈക്വലി നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട്, നിങ്ങൾക്ക് നോർമലി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു കാലിലേക്ക് എക്സ്ട്രാ വെയിറ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്കുള്ള മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യപ്പെടും. സോ രണ്ട് കാലിലും ഈക്വൽ വെയിറ്റ് കൊടുത്ത് നിൽക്കുക. എപ്പോഴാണോ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ലെഗിൽ നമ്മൾ എക്സ്ട്രാ വെയിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ പുഷ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 50-50 വെയിറ്റ് കൊടുത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബാക്ക് ലെഗിൽ 60യും ഫ്രണ്ടിൽ 40 ആകും. 60-40 റേഷ്യോയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ബാക്കിലത്തെ ലെഗ് ഒന്ന് പുഷ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ മാത്രമായിരിക്കും നമ്മുടെ വെയിറ്റ്, ക്യാരി ചെയ്യുന്ന വെയിറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. അതർവൈസ് നിങ്ങൾ നിൽക്കുന്ന ടൈമിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബോഡി വെയിറ്റ് രണ്ട് കാലിലും ഈക്വലി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് മെയിൻലി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ലെഗിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ വന്നിട്ട് നമ്മുടെ നീയുടെ പൊസിഷൻ. ഒരിക്കലും നമ്മുടെ നീയുടെ പൊസിഷൻ കണ്ടോ ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിക്കരുത്. നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നീയുടെ പൊസിഷൻ ലോക്ക് ചെയ്ത് പിടിക്കരുത്. റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങളുടെ നീ മാക്സിമം കണ്ട് റിലാക്സ്ഡ് ആയിരിക്കണം. അത് നിങ്ങളുടെ മൂവ്മെന്റ് സ്പീഡാക്കുന്നതിനും നിങ്ങൾക്ക് വേറെ ഇഞ്ചുറീസ് ലൈക്ക് കിക്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ നീയിലേക്കൊക്കെ കിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ആ നീയുടെ പൊസിഷൻ, നീയും ഹിപ്പും റിലാക്സ് ചെയ്ത് ഇടുന്നത് കൊണ്ട് നിങ്ങളുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും. സോ നിങ്ങൾ നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ നീ മാക്സിമം റിലാക്സ്ഡ് ആക്കി വെക്കുക. അത് നിങ്ങളുടെ മൂവ്മെൻറ്റിനെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കും. നിങ്ങളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് സെൻറ്ററിലാണെന്ന് ഉറപ്പ് വരുത്താനും നിങ്ങളുടെ നീ റിലാക്സ് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ കുറച്ചുകൂടെ നിങ്ങളുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ് കുറച്ചുകൂടെ ഫ്ലെക്സിബിളും ഫാസ്റ്റും സ്ട്രോങ്ങും ആകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മോർ ബാലൻസ്ഡും ആകും. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വി വിൽ കം ബാക്ക്. ബൈ.